ഹായ്, ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 6 വർഷം ആകുന്നു. ഈ 6 വർഷത്തിനിടയ്ക്ക് ഒരു ഉത്സവം പോലും കാണാൻ ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ. ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ക്വാറൻറ്റൈനൊക്കെ ആയിരുന്നു, കൊറോണയൊക്കെ ആയിട്ടിരുന്ന് എല്ലാം അടച്ചൊക്കെ ഇട്ടേക്കുന്നുണ്ട്, ഉത്സവവും കാര്യങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന് ആക്സിഡൻ്റ് ആയി. അതിനുശേഷം പിന്നീട് ഞങ്ങൾ എവിടെയും ഉത്സവത്തിനോ ഒന്നിനും പോയിട്ടില്ല കേട്ടോ. ഒരു നല്ല കാര്യങ്ങൾക്ക് ഒന്നിനും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ആൾക്ക് കാലിന് വേദനയും ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നുണ്ട്, തിരക്കുള്ള സ്ഥലത്തൊന്നും പോകാനും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഉത്സവം ഇന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ ഋതുക്കുട്ടൻ്റെ കൂടെ കാണാനായിരിക്കും ഞങ്ങളുടെ യോഗം അല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ കായംകുളത്തോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വരുന്ന വഴിക്കാണ് കേട്ടോ ഒരുങ്ങിയത്. ഋതുവിനാണെങ്കിൽ ഒരുക്കിയതേ ഇല്ല. ഡ്രസ്സൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചോണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ കയറിയത്. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി കൊടുക്കുകയും പിന്നെ അവൾക്ക് പുരികയൊക്കെ എഴുതി കൊടുത്ത് പൊട്ടൊക്കെ ഇട്ടൊക്കെ കൊടുത്ത്, എന്തായാലും ഉത്സവത്തിനൊക്കെ പോവുകയല്ലേ, അപ്പം നല്ല ഒരുങ്ങിയൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വണ്ടിയിൽ വെച്ചാട്ടോ ഒരുക്കിയത്. ഞാൻ ഒരുങ്ങിയതും വണ്ടിയിൽ വെച്ചാണ്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ ഒരു ബേക്കറി കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഇതാ ഈ കാണുന്ന സ്കൂളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞൻ പഠിച്ചാണ് കേട്ടോ. ഇവിടെ കണ്ടോ അവിടെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടിനെയും കാണിച്ചു തരായിരുന്നു. ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുവഴി വരുമ്പോൾ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഋതുവിനെ കാണിക്കുന്ന ആദ്യമായിട്ടാണല്ലോ. ഇത് അച്ഛൻ പഠിച്ച സ്കൂളാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു അമ്പലത്തിൽ ഞങ്ങൾ വരണമെന്ന് വിചാരിച്ചെങ്കിലും ഇതുവരെ നടന്നില്ല കേട്ടോ. കുഞ്ഞൻ പണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഈ അമ്പലത്തിലെ ഉത്സവം കാണാനാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ മുടി എഴുന്നള്ളത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മുടിയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അടിപൊളിയാണെന്നൊക്കെ ആയിട്ടോ കുഞ്ഞൻ എന്നോട് പണ്ടേ പറയുമായിരുന്നു, നിന്നെ ഞാൻ കൊണ്ട് കാണിക്കാവേ എന്ന്. പക്ഷേ ഇന്നേ വരെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പച്ചിയുടെ വീട്ടിലോട്ടാട്ടോ വന്നത്. സമാധാനമായി. കുഞ്ഞിനെ കണ്ടോ? അയ്യോ, ചെന്ന സമയത്ത് ഭയങ്കര കരച്ചിലാണ്. എന്തിനാ കരഞ്ഞത് ഞങ്ങൾക്കും അറിയത്തില്ല, അവൾക്കും അറിയത്തില്ല എന്ന് തോന്നി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് സെറ്റായി. പിന്നെ ഇത് അപ്പി ചായയൊക്കെ ഇട്ട് തന്നു. ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ കട്ട്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിച്ചു. മിക്സിക്കകത്തിട്ട് അടിച്ചതിന് ജ്യൂസ് കുടിക്കാനാ. അടിപൊളിയാണല്ലോ. ഞങ്ങള് പൂട്ടാറിയത്തില്ലേ. ഋതുട്ടിന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു തോന്നും. വരുന്ന വഴിക്ക് പാല് കൊടുത്തെങ്കിലും വേറൊന്നും കൊടുത്തില്ല കേട്ടോ. അതായത് ഞാൻ ഈവനിങ് സ്നാക്ക് പോലെ എന്തെങ്കിലും പഴമോ അങ്ങനെ ഫ്രൂട്ട് ഐറ്റംസൊക്കെ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് അവൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ, രാത്രി കൊടുക്കുന്നതിന് മുന്നായിട്ട്. അപ്പോൾ പിന്നെ പഴം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴം നന്നായിട്ട് ഞെരടി അവൾക്ക് കൊടുത്തു കേട്ടോ. പഴം ഭയങ്കര ഇഷ്ടമാണ് ഋതുവിന്. അത് അവൾ കൊടുത്ത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പഴമൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിക്കൊക്കെ ബലൂണും അതും ഇതും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇതുമെല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അവൾക്ക് അങ്ങനെ ഒരു ബലൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് തട്ടലും മുട്ടലും ഒക്കെ തന്നെ ആയിരുന്നു ആള്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞപ്പോൾ ആൾ വെച്ചിരുന്ന സമയത്ത് ആളത് കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ കളറൊക്കെ ലൈറ്റിൻ്റെ ആ ഒരു കളർ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഒറ്റ എറിയുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ മേടിച്ച ആക്കടയിൽ നിന്ന് തന്നെ അത് പിന്നെ മാറ്റി വേറെ ഒരെണ്ണം മേടിച്ചു കേട്ടോ. അത് വെച്ച് കഴിഞ്ഞപ്പോൾ ആൾ കുഴപ്പമില്ല, ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഋതുവിനെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, ആൾക്കത് ഇഷ്ടമാവുമോ, സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാരെ ഒരുപാട് പേരെ കാണുമ്പോഴൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് അറിയാത്തതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു സൈഡിലോട്ട് ഞങ്ങൾ മാറി ഇന്ന് കേട്ടോ. എന്നിട്ട് അത് വരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ മോൾക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഘോഷയാത്രയൊക്കെ തുടങ്ങി. ഋതുട്ടനെ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അവളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ചില്ലടിച്ച് നിൽക്കാട്ടോ. പിന്നെ ഇതിനകത്തൊക്കെ ഞാൻ കുറേ ഭാഗത്തൊക്കെ മ്യൂട്ട് ചെയ്താട്ടോ പോകുന്നത്. അതായത് ഇതിനകത്ത് ഉള്ള സൗണ്ട് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതും കൂടെ ഇട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഒരു ഉത്സവം കണ്ടതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരും കേട്ടോ. കാരണം ഫുള്ള് സോങ് ഒക്കെയാണ്, നല്ല മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഒരു നിർവാഹവും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ പാട്ടിട്ട് ഇങ്ങനെ കേൾപ്പിക്കാത്തത്. കോപ്പി റൈറ്റ് വന്നാൽ നമുക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ടല്ലാതെ വേറെ വരത്തില്ലേ, ചെണ്ടമേളം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കാഴ്ചകളൊക്കെ കാണാം, അത്ര തന്നെ. അങ്ങനെ ഋതുകൂട്ടൻ ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ കാണുമ്പോൾ ആൾക്കിനി പേടി ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷേ ആൾ പേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതിനെ കാണുമ്പോഴായിരുന്നു പേടിക്കുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്. കാരണം അത് അടുത്തോട്ട് വരുമ്പോഴേക്ക് കുട്ടികളൊക്കെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. ഋതു ആണെന്നാ നോക്കിയിരിക്കുകയായിരുന്നു. അവിടെ നല്ല ചെണ്ടമേളം നടക്കുന്നു. ഋതുട്ടനാണെങ്കിൽ ഇവിടെ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. ഇവിടെ പിന്നെ ഈ കാണുന്ന കുഞ്ഞുമക്കൾ ഉണ്ടാകും, നമ്മുടെ കുഞ്ഞു ഫാമിലി മെമ്പറാണ് കേട്ടോ. കുഞ്ഞുമക്കളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയാൻ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ അവരോട് കുറച്ച് നേരം സംസാരിച്ച് നിന്നേ. വെച്ചിട്ട് കുറേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണാൻ പറ്റിയിട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടതിൽ. പക്ഷേ ആരുടെയും വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു ഇതിലങ്ങ് നിന്നേട്ടോ. കുഞ്ഞനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞനാണെങ്കിൽ എനിക്ക് ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ എടുത്ത് തരാറുള്ളത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കുറച്ച് സൗണ്ട് കൂടുതലായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മോളെ എനിക്ക് അവിടെ നിർത്താൻ നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനാണെങ്കിൽ അങ്ങ് ബാക്കിൽ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ സ്പീക്കറിൻ്റെ അടുത്ത് നിൽക്കണ്ടെന്ന് കരുതി. കുഞ്ഞുങ്ങൾക്ക് ചെവിക്ക് പ്രശ്നം ഉണ്ടാവും, കേൾവിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഒരുപാട് സൗണ്ടിലുള്ള സ്പീക്കറിൻ്റെ ഒക്കെ അടുത്ത് പോയി നിൽക്കുവാണെങ്കിൽ. പക്ഷേ ഇത് ഭയങ്കര സൗണ്ട് ഇല്ലെങ്കിൽ കൂടെ എനിക്ക് ഉള്ളിൽ കുറച്ച് പേടിയുണ്ടായിരുന്നു. നല്ല സൗണ്ടൊക്കെ കേൾക്കുവാണെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഫേസ് ടവലും പിന്നെ അവിടെ ആ ഒരു ടവലെല്ലാം കൂടെ ചേർത്ത് അവിടെ കാതിനോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടാണ് നിന്നത് തന്നെ. അങ്ങനത്തെ ഞങ്ങൾ പിന്നെ അവിടുന്ന് വന്നിട്ട് വീട്ടിൽ കയറിയില്ല കേട്ടോ. അപ്പയുടെയൊക്കെ വീടിൻ്റെ തൊട്ട് 2 വീടിന് അപ്പുറത്താണ് ഈ ഒരു മുടിയുടെയൊക്കെ നടക്കുന്നത് കേട്ടോ. അതായത് നേർച്ചയായിട്ട് നടത്തുന്നതാണ് ഈ മുടി എഴുന്നള്ളത്ത്. അപ്പം ഞാനിത് ഇവിടെ വന്നിട്ടാട്ടോ അറിയുന്നത്. ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ വന്ന് അങ്ങനെ ആയിരിക്കും നടക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ ഓരോ വീടുകൾ നേർച്ചയായിട്ട് മുടി എഴുന്നള്ളത്ത് നടത്തുന്നതായിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നപ്പോൾ കുത്തിയോട്ടം നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ അകത്തോട്ട് കയറി കുറച്ച് നേരം നിന്ന് കണ്ടു കേട്ടോ. കുഞ്ഞിനൊന്നും കയറിയില്ല, ആൾ പുറത്ത് നിന്നേ ഉള്ളൂ കേട്ടോ. അത് പറയുമ്പോഴേ ഓർത്തെ കുഞ്ഞിനൊന്നും അകത്തൊന്നും കയറാൻ പറ്റത്തില്ല, അമ്പലത്തിലും കയറാൻ പറ്റത്തില്ല, പെലയുണ്ട് കേട്ടോ. അതായത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ മാമ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം 16 കഴിഞ്ഞാലേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കയറാതെ പുറത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് വീട്ടിൽ വന്നേ. ഇരിക്കുന്നുണ്ടല്ലേ. സന്തോഷം കണ്ടോ. അങ്ങനെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നേരത്തെ അങ്ങ് ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഫുഡ് കഴിച്ചിട്ട് വേണമല്ലോ മുടി കാണാൻ വേണ്ടി പോകാൻ. അവിടെ എപ്പോഴാണ് തുടങ്ങുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ലാവിഷായിട്ടുള്ള ഫുഡായിരുന്നു. ചിക്കൻ കറിയും കപ്പയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുളിച്ചിട്ടാണ് വന്നെങ്കിലും പിന്നെ ഒന്നും കൂടെ മേല് കഴുകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുടി കാണാൻ പോവല്ലേ. അപ്പോഴാണ് അപ്പി പറഞ്ഞത് ഇതോ അവിടെ തുടങ്ങിയത്. അങ്ങനെ പെട്ടെന്ന് ഋതുവിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ.
കുത്തിയോട്ടക്കാരോടെ നിന്നിട്ട് മുടിയും കൂടെ ചേർന്നിട്ട് നിന്ന് കളിക്കുന്നതായിട്ടോ. ഇത് കാണാൻ അടിപൊളിയായിട്ടോ. ഇത് പാട്ടായതുകൊണ്ട് എനിക്ക് സൗണ്ടിൽ ഇടാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ സൗണ്ടിൽ ഇട്ടാൻ കേട്ടോ. ഇത് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്താട്ടോ. മരത്തിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടാട്ടോ ഇതിൻ്റെ വീഡിയോ. വന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുടിയൊക്കെ ഇങ്ങ് വന്നിട്ട് അതിൻ്റെ പിറകെ കൂടെ, ആനയുടെ പിറകെ കൂടെ ആയിട്ടോ ഞാനിങ്ങ് എത്തിയത് തന്നെ. അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ കാഴ്ചകളെ കണ്ട് അച്ഛനും മോളും എല്ലാവരും കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഇതും എല്ലാം കണ്ടിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. സമയം എത്രയെന്ന് അറിയാമോ? 1 മണിയായില്ല. ഉറങ്ങുന്നില്ല കള്ള. ഹായ് പറ, ടാറ്റ. കൈ കാണിച്ചു അവളെ കാണിയില്ലേ നന്നായിട്ട്. ടാറ്റ പറ കുഞ്ഞി, ടാറ്റ. ടാറ്റ.